ഹായ്, എല്ലാവർക്കും ഗ്രീൻ വാലി വയനാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ആനകളെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആനകളൊന്നും കാണുന്നില്ല. ആനകളെയൊക്കെ മേയ്ക്കാൻ വേണ്ടി വിട്ടേക്കാന്ന് തോന്നുന്നു. ഇപ്പോൾ എത്തുമായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ വന്നായിരുന്നു. അന്നേരം വന്നപ്പോൾ കാണാൻ പറ്റി. ഞങ്ങളൊരു 10-11 മണിയായപ്പോൾ ആയിരുന്നു വന്നത്. അന്നേരം എല്ലാ ആനകളെയും മേയ്ക്കാൻ വേണ്ടി വിട്ടേക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എങ്ങനെയാണ് ആനകളൊക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെ കാണാം. ഫസ്റ്റിൽ ഒരു ആന വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന വണ്ടി കൂടെ നിർത്തിയോടെ ഒരു ആന പാഞ്ഞു വന്നായിരുന്നു. കാൽ ചൂയിക്കൊണ്ട് വന്നപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊന്നൊരു ചെറിയൊരു പേടി തോന്നി. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഈ പോസ്റ്റിൽ കൂടെ ഒക്കെ എന്താ പറയുക മറ്റുള്ളവർക്ക് ശല്യമായിട്ട് നടക്കുന്ന ആനകളൊക്കെയാണ്. എന്ന് വെച്ചാൽ പിന്നെ മറ്റുള്ളവർക്കൊക്കെ ശല്യമായിട്ട് ആ ആനകൾ ഇവിടെ പിടിച്ചുകൊണ്ട് വന്ന് മരിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന ആനകളാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ അതുങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അന്നേരം എങ്ങനെയാണ് അതുങ്ങളുടെ പെരുമാറ്റം ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊന്ന് മാറി നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബാക്കി എല്ലാം അങ്ങോട്ട് ചെയ്തേക്കണം കേട്ടോ. എന്താ വെച്ചാല് എത്ര നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ചാൽ ഒരു 10-30 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. അപ്പൊ ഈ ഇതിന്റെ മുമ്പ് 2 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര വലിയ പോരാ. എന്താ വെച്ചാല് ഫസ്റ്റത്തെ തുടക്കമല്ലേ. അന്നേരം ഇനി ഇങ്ങോട്ടുള്ള എല്ലാ വീഡിയോകളും ഞാൻ പരമാവധി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആനേനെയൊക്കെ വന്നിട്ട് ആനേനെ എല്ലാം കണ്ടുവന്ന് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരാൾ വന്നിട്ടുണ്ട്. പതുക്കെ കൊണ്ടുവരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. കുറച്ച് മാറി നിന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വരുന്നതിനെ കൊണ്ടേ എന്നാൽ ചിലപ്പോൾ ഏട്ടൻ അങ്ങോട്ട് ചെല്ലുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആനയ്ക്ക് മേയ്ക്കാൻ കൊണ്ടിരുന്ന ആനകളാണ് ഫോറസ്റ്റ് എന്നുള്ള. ഇപ്പൊ കുളിപ്പിക്കാൻ കൊണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഒരാളെ കൊണ്ടുവന്നിട്ട് കാട്ടിനെ മേയിച്ചിട്ട് കൊണ്ടുവന്നതാണ്. കുളിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് ഇങ്ങോട്ടേക്ക്. കുറച്ച് ആനേൻ്റെ കുളി കാണാം. കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ കയറി.
അവൻ്റെ അടുത്ത ആൾ വരുന്നുണ്ട്. താഴെ ഒരാൾ നല്ല പുളിയാണ്. അടുത്ത ആള് ഏതാ നിരനിരയായിട്ട് വരുന്നുണ്ട്. ഒരാളെ ഇടഞ്ഞു എന്ന് തോന്നുന്നു, ഒരാളെ തിരിഞ്ഞ് വന്ന വഴി തിരിഞ്ഞിട്ടുണ്ട്. കൂടെ വന്ന ആൾക്ക് ഭയങ്കര പേടിയാണ്. ആളില്ല, 8ാം ക്ലാസ് പഠിക്കുന്ന ഒരുത്തനാണ്. അവനാണ് ഇങ്ങോട്ട് വന്ന് സ്ഥലമൊക്കെ പരിചയപ്പെടുത്തി തന്നത്. ലാസ്റ്റ് നമുക്ക് അവനെ പരിചയപ്പെടാം. ഒരാൾ വന്ന വഴിക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ്. ആശാൻ വന്നപാട് വെള്ളം കൂടിയാ. ഒരാള് കുളിച്ച് കയറി അവിടെ നിൽക്കുന്നുണ്ട്. നേരത്താള് വരുന്നുണ്ട്. ഇപ്പൊ 3 കണ്ടതിൽ ഒരാൾ ഇച്ചിരി ഉഷാറുള്ള ആളാണ്. ഇപ്പം വരുന്ന മഞ്ഞ ഷർട്ടിട്ട ആളാണ് നമ്മള് മെയിൻ സഹായി. അസ്സല് കാട്ടാനാട്ടോ, മേത്ത് മൊത്തം ചെളിയാണ്. അതിന്റെ ചങ്ങല വലിച്ചുകൊണ്ട് കിടക്കാൻ തന്നെ അവന്റെ കൊമ്പൊക്കെ ആരോ ഊരി കളഞ്ഞു തോന്നും. ഒരാൾ വെള്ളത്തിലുണ്ട്. മൊത്തം ഇവിടെ 13 ആന ഉണ്ടെന്നാണ് പറയുന്നത്. 13 നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. സമയം ഒരുപാടായി. ഒരാൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
18 ഇതാണ് വടക്കനാടൻ. എൻ്റെ പേരാണ് വടക്കനാടൻ. 10-15 പേര് തീർത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇവന് മാറിക്കാൻ പറയുന്നുണ്ട്, എന്താ ചെയ്തെന്ന് പറയില്ല. ഞാൻ 10-15 പേരെ തീർത്തിട്ടുള്ള ആനയാന്നൊക്കെയാണ് പറയുന്നത്. ഇവൻ്റെ പേരാണ് വടക്കനാടൻ. കേട്ടിട്ടുണ്ടാവും, വയനാട്ടിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും. ആളെ തീർത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൈ തന്നെ വറക്കുന്നുണ്ട്. അവനെ പതുക്കെ മാറ്റാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടാൽ കുളിപ്പിച്ച് കയറ്റിയ ആളാണ് ഈ വികളം ഉണ്ടാക്കുന്നത്. കേട്ടോ കേട്ടോ ഒരാൾ പോവാണ് ഇങ്ങോട്ടേക്കോ. അവനെ കുളിപ്പിക്കാൻ ആളൊന്നും വേണ്ട, അവൻ സ്വന്തം കുളിക്കുന്ന ഒരാളാണ്. ആരെ സഹായമൊന്നും വേണ്ട അവനെ കുളിക്കാൻ. അവൻ സൂപ്പറാട്ടോ, അവൻ സൂപ്പറാണ്. മറ്റവൻ കടന്നു. ഒരാളും കൂടി പുളി കഴിഞ്ഞിട്ട് പതുക്കെ കയറുവാണ്. സൂര്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതപ്പുറത്താണ് വടക്കനാട് കൊമ്പൻ. സൂര്യനിതാ തുമ്പിക്കായില്ലാത്തവനാണ്. തൊട്ടപ്പുറത്ത് വടക്കനാട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരാൾ.
കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. കൂട്ടുവരയിലേക്കാണ് പിടുത്തം. അതാണ് ഊട്ടുവര. ഒന്ന് പോയിട്ടൊന്ന് ഫുഡ് കഴിക്കുന്നവരും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ബാക്കിയുള്ള ആനയൊക്കെ വരണമെങ്കിൽ 6:30 ആവും. അപ്പോൾ നമുക്ക് ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിലോട്ട് കൂടെ പോകാൻ നേരത്ത് നമുക്ക് പേടിയാണ്. അവിടെ ആനശല്യം കൂടുതലാണ്. എന്നാൽ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ പിടുത്തം വിടുകയാണ് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഒരാള് ഭക്ഷണം കഴിച്ച് പോവാണ്. ഇതാണ് എൻ്റെ കൂടെ വന്ന ആള്. കണ്ണെന്നാണ് വിളിക്കുന്നത്. ശരിക്കും പേര് അക്ഷയരാജ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റും എഴുതുക.